സർ ഇതിന്റെ അകത്തെ നമ്മളൊരു സോഷ്യൽ പേഴ്സണൽ വാലിഡേഷൻ ഷൈൻ ടീച്ചർ പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു ആത്മസാക്ഷാത്കാരം നമ്മളുടെ അംഗീകാരം കിട്ടുക എന്നൊക്കെ പറയുന്നത് എല്ലാ മനുഷ്യന്റെയും ഒരു ജനിതകമായിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ഈ പറയുന്ന പോലെ പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള പബ്ലിസിറ്റിയിൽ പോയി പെടുന്നത്. അപ്പോൾ ഇവിടെ വിവാദപരമായ ഈ പ്രണയ അഭ്യർത്ഥനകളിലെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടണം, എന്തൊക്കെ സമൂഹം അറിയണം, ഏതൊക്കെ സമൂഹത്തിൽ തന്നെ ആരൊക്കെ അറിയണം എന്നുള്ളതിനെല്ലാം നമുക്ക് റെസ്ട്രിക്ഷൻസ് ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയ പറ്റുന്ന കാലമല്ലേ. അപ്പോൾ അത് പൂർണ്ണമായിട്ട് നമ്മുടെ ചോയ്സാണ്. നമ്മൾ ആ ചോയ്സ് എടുക്കാതിരിക്കുകയും നമ്മളെ തന്നെ എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് ഒരു അറിവ് കുറവിന്റെ കുഴപ്പം കൂടിയാണ്. അത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞ പല കാര്യം വീഡിയോ വളച്ചൊടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു വളരെ മോശം ഇമേജാണ്. കോമഡി അങ്ങനെ ശരിക്കും അങ്ങനത്തെ പേഴ്സൺ അല്ലെന്ന് എനിക്കറിയാം. ഇവരെ പോലുള്ള ഏതെങ്കിലും യൂട്യൂബറോ ചാനൽ ചെയ്യുന്ന ആളുകളോ ആറാട്ടണ്ണന് ഇന്ന സ്ത്രീയെ കെട്ടണം, ഇന്ന നടിയെ കെട്ടണമെന്ന് എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞിട്ടില്ല. പകരം ആറാട്ടണ്ണൻ നേരിട്ട് പറയാം, എനിക്ക് അവളെ കെട്ടിയാൽ കൊള്ളാം, എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം, എനിക്ക് അതിനേക്കാൾ ഇഷ്ടമാണ്, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ഇത് നേരിട്ട് പറഞ്ഞതല്ലേ. ഇതിനകത്ത് എവിടെയാണ് വളച്ചൊടിക്കൽ? ഏനശ്വതിക്ക് ജീവൻ കൊടുക്കാൻ ഇല്ല, ഞാൻ പറയാത്ത കാര്യം എടുത്തിട്ടുണ്ട് ആൾക്കാരാണ്. ഏനശ്വതിക്ക് ജീവൻ കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് അങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെ പല വ്യാജമായിട്ട് പലതും ചിലത് ഞാൻ പറഞ്ഞിട്ടില്ല. പറയാത്ത പലതും വന്നിട്ടുണ്ട്. പലതും വന്നിട്ടുണ്ട്. ഞാൻ നല്ല കാര്യങ്ങൾ അതൊന്നും പറയില്ലല്ലോ. 20 പോസ്റ്റ് ഇടുവോ നിങ്ങള്? ഇപ്പൊ നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു വലിയ സംഭവം. എങ്ങനെയെങ്കിലും റീച്ച് ആവണം, എങ്ങനെയെങ്കിലും എന്നെ 4 ആൾക്കാർ അറിയണം. ഇപ്പൊ സാറ് തന്നെ പറഞ്ഞു നെഗറ്റീവ് പറഞ്ഞാലേ 4 ആൾക്കാർ എന്നെ അറിയുള്ളൂ, എന്നാലേ ഞാൻ കുറച്ച് ഫേമസ് ആവുള്ളൂ. അങ്ങനെ അപ്പൊ സാർ ഒന്നും പറയാതെ ആരും ഓൺലൈൻ മീഡിയാസിൽ ഇടത്തില്ല. ഇപ്പം ഒരു നടി ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് വളച്ചൊടിക്കുന്നത് ഇവര് പറഞ്ഞിട്ടാണ് വളച്ചൊടിക്കുന്നത്. ഡ്രസ്സല്ലേ ഈ പുള്ളിക്കാരൻ എന്തെങ്കിലും പറഞ്ഞിട്ടല്ലേ. പല കാര്യം എന്റെ കൂടെ പഠിച്ച ഒരു ആക്ടർ എന്നെ കുറിച്ച് വീഡിയോയിൽ പറഞ്ഞു. ആ ആക്ടർ പറഞ്ഞു ഇവൻ എന്റെ കൂടെ പഠിച്ചതാണ്, തലയാണ്, ബുദ്ധിയാണെന്ന് പറഞ്ഞു. മീഡിയ ആയിട്ട് എന്തറിയോ, ആ ആക്ടർ പറഞ്ഞു ആറാട്ടൻ പണ്ടേ കോഴിയാണ്. പറയാത്ത കാര്യമാണ്. ഇങ്ങനെ പറയാത്ത പല കാര്യം വളച്ചു മീഡിയ വളച്ചു കൊടുച്ചാൽ ഇവർ കാണും. ഒരു ആക്ട്രസ് വേറെ ആളെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ നടന്മാർക്കും കൈ കൊടുക്കും, നടിമാർക്കും കൈ കൊടുക്കും. നടിമാർക്ക് കൈ കൊടുക്കുന്നത് മാത്രമേ വരുള്ളൂ. നടന്മാർക്ക് കൈ കൊടുത്താൽ കൊടുത്തോടനെ വലിക്കും, നടന്മാർക്ക് കൊടുത്താൽ വലിക്കാറില്ല. അങ്ങനെയില്ല, അങ്ങനെയില്ല. എനിക്കൊരു സുഖം കിട്ടിയിട്ടില്ല. ഞാൻ ഒരു അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ചിലപ്പോ ഒരു ആക്ട്രസ് ഞാനൊരു കാര്യം പറയാം, താങ്കളൊരു നിഷ്കളങ്കന താങ്കളെ കുറിച്ച് പറയുമ്പോൾ ഈ കോഴിയുടെ കൊക്കിന്റെ കാര്യം പറയേണ്ട ഒരു കാര്യം. എനിക്കൊരു കാര്യം പറയണ്ട. ഓട്ടവകാശത്തിന് നിയമമുണ്ട്, വിവാഹത്തിന് നിയമമുണ്ട്, ഈവൻ മദ്യം മേടിക്കുന്നതിന് നിയമമുണ്ട്, സിഗരറ്റ് വലിക്കാൻ മേലുന്നുണ്ട്. പക്ഷേ ഈ 18 വയസ്സിൽ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ ഒരു നിയന്ത്രണം കൊണ്ടുവരുവാൻ നമുക്ക് ആരും പരിശ്രമിക്കുന്നില്ല. കാരണം 18 വയസ്സിൽ താഴെയുള്ളവരാരുമല്ല ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ വീട്ടിലൊരു കുട്ടി കഴിവുണ്ട്, അല്ലെങ്കിൽ അത് പാട്ട് പാടും, അല്ലെ ഡാൻസ് കളിക്കും, അല്ല അതിൽ എന്തെങ്കിലും ഒരു ഇതുണ്ട്, പാരന്റ്സ് തന്നെ ഒരു പേജ് ഉണ്ടാക്കി കുട്ടിയുടെ വീഡിയോ ഇടുകയാണ്. അങ്ങനെയുള്ള കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് അവർക്ക് തന്നെ എന്തും ചെയ്യാന്നുള്ളൊരു തോന്നലാണ്. സോഷ്യൽ നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്താ, സോഷ്യൽ മീഡിയ 100% ഇത് അടച്ചുപൂട്ടണം, അത് തെറ്റാണെന്നല്ല. അതെ, സോഷ്യൽ മീഡിയക്ക് ധാരാളം സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി നെഗറ്റീവ് ഉപയോഗിച്ച് മാത്രമേ എനിക്ക് ഈ സാധ്യത ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പണവും പ്രശസ്തിയും ഉണ്ടാക്കാൻ സാധിക്കൂ, അങ്ങനെ കാണുന്ന ആളുകളുണ്ട്. വേറെ കാര്യം, ഇതിനൊരു നെഗറ്റീവ് അൽഗോറിതം ഉണ്ട്, അതില്ലാന്ന് പറയാൻ പറ്റില്ല. അതൊരു പ്ലാറ്റ്ഫോം, ഒരു റീജിയനിൽ നെഗറ്റീവ് അൽഗോറിതം വർക്ക് ആവുന്നുണ്ട് കഴിഞ്ഞാൽ അവരത് ചെയ്തുകൊണ്ടിരിക്കും. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഓക്കെ, ഇതുപോലെ തന്നെയാണ് വ്യക്തിക്ക് അന്തസ്സായി അഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള അവകാശമുള്ള നാടാണിത്. ആ അവകാശത്തിന്മേൽ എവിടെ നിങ്ങൾ കടന്നു കയറുന്നുവോ അവിടെ വെച്ച് ശിക്ഷ ഉണ്ടാവണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.